ശബരിമല സ്വർണ്ണ കവർച്ച അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ അനന്തസുബ്രഹ്മണ്യം വീണ്ടും ചോദ്യമുനയിൽ. അനന്തസുബ്രഹ്മണ്യത്തെ SIT വീണ്ടും രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. സ്വർണം കൈമാറിയവരെക്കുറിച്ച് കൂടുതൽ വിവരം തേടുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ ദിവസം ഇയാളെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷം ഇന്ന് രാവിലെ 11 മണി മുതൽ ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. ഹൈക്കോടതി ഇടപെടലിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരുന്നു. വീണ, എന്താണ് അനന്തസുബ്രഹ്മണ്യം ചെയ്തത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, ഉന്നതരുമായുള്ള ബന്ധം, എന്താണ് സംഭവിച്ചത് ഒക്കെ ആവർത്തിച്ച് ചോദിച്ച് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരുകയാണോ ഈ തുടർ ചോദ്യം ചെയ്യലുകളുടെ ലക്ഷ്യം? തീർച്ചയായും കൃഷ്ണരാജ്, ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ ഭക്തരടക്കം ഏറെ ഞെട്ടലുണ്ടാക്കിയ, കേരളത്തിലെ ഭക്തരടക്കം അതുപോലെ തന്നെ പൊതുജനങ്ങളടക്കം ഏറെ ഞെട്ടലോടെ കേട്ട സംഭവമാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ച. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ അനന്തസുബ്രഹ്മണ്യം പോറ്റിയെയും ഒപ്പം ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അനന്തസുബ്രഹ്മണ്യൻ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ സ്വർണം ഇവിടെ നിന്ന് കൊണ്ടുപോയി പൂശുന്നതുമായിട്ട്, അതായത് സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയ സാഹചര്യത്തിൽ ഇവർ ഒരുമിച്ചായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകളൊക്കെയാണ് ലഭിക്കുന്നത്. ഇവർ ഒരുമിച്ച് ചേർന്നാണ് ഇത്തരത്തിൽ പല വീടുകളിൽ ഇത്തരത്തിൽ സ്വർണം കൊണ്ട് ഇത്തരത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ അവിടെ പൂജ നടത്തുകയും അതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഇടപാടുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘം പ്രധാനമായി ചോദിച്ചറിഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമാണ് ചോദ്യം ചെയ്തിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നു എന്ന് വ്യക്തമായ ഘട്ടത്തിലാണ്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലടക്കം SIT സംഘം പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലടക്കം നിർണായക വിവരങ്ങളും ഒപ്പം തന്നെ ഈ ഗൂഢാലോചനയിൽ പങ്കുള്ളവരുമായി നടത്തിയ ആശയവിനിമയങ്ങളും ഒക്കെ ലഭിച്ചിരുന്നു. അതിൽ സാങ്കേതികമായിട്ടുള്ള പരിശോധനകൾ നടന്നു. അതായത് മൊബൈൽ ഫോണും ലാപ്ടോപ്പുകളും ഒക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനയിലാണ് ഇയാളെക്കുറിച്ചുള്ള, ഈ സുഹൃത്തായ അനന്തസുബ്രഹ്മണ്യനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. തുടർന്നാണ് ഇയാളെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയതും ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇന്നും ഈ അനന്തസുബ്രഹ്മണ്യത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് ചോദ്യം ചെയ്ത് രാവിലെ 11 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യലിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കുവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. മാത്രമല്ല, ഗൂഢാലോചന നടന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് ഹൈക്കോടതി അടക്കം ഇന്ന് ചൂണ്ടിക്കാട്ടിച്ച ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഗൂഢാലോചനയിൽ പങ്കുള്ളവരിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട്. ഏത് തരത്തിലാണ് ഇവർ ഇത്തരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തിയത്, എവിടെയൊക്കെ സ്വർണം കൊണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളാണ് നടന്നിട്ടുള്ളത്, അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പ്രധാനമായും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പരമാവധി തെളിവുകൾ ശേഖരിച്ച് നടപടികൾ സാവധാനത്തിൽ പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഹൈക്കോടതി ഇന്ന് നിർദ്ദേശിച്ച പ്രകാരം ഇനി വേഗത്തിൽ നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് SITയുടെ തീരുമാനം. മാത്രമല്ല, അതിൽ എടുത്തു പറയേണ്ടത് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് എടുത്ത് പരിശോധിക്കണമെന്നുള്ള, പിടിച്ചെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതായിരിക്കും അടുത്ത ഘട്ടം. മാത്രമല്ല, ഈ ചോദ്യം ഇന്നിപ്പോൾ അനന്തസുബ്രഹ്മണ്യത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അല്പസമയങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ വിട്ടയച്ചു എന്നുള്ളൊരു സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. സ്ഥിരീകരിക്കാത്ത സൂചനകളാണ്. നമുക്ക് അതിനാൽ തന്നെ കൂടുതൽ ഇപ്പോഴും മൊഴി തുടരുകയാണോ അതോ വിട്ടയച്ചിട്ടുണ്ടോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്നാൽ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യത്തെ വീണ്ടും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യൽ ഇന്ന് രാവിലെയും നടന്നിരുന്നു. ഇന്നലെയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. കാര്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് SIT സംഘത്തിന്. വിവരങ്ങൾ നൽകുകയായിരുന്നു വീണ.